ഹലോ, ഞാൻ വീണ്ടും വന്നു. ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാനേ എനിക്ക് 1 കിലോ അയില, സോറി, 1/2 കിലോ അയിലയും 1/2 കിലോ ചാളയും കൂടെ മേടിച്ചു. അപ്പം ചാള ഞാൻ വറക്കണം. അയില തേങ്ങാപ്പാലൊക്കെ ചേർത്ത് നല്ല സൂപ്പർ ടേസ്റ്റിൽ നമുക്ക് വെക്കാം. അതെങ്ങനെയാന്ന് കാണാം. അയില ഞാൻ വെച്ചിട്ടുണ്ട്, വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ ഓർക്കണില്ല. എന്നാലും നമുക്കൊന്നോടെ ഒന്ന് ഇടാം. ഇത് ചെറിയ അയിലയാണ്, കണ്ടോ? ഈ ചെറിയ അയില നുറുക്കാനില്ല, നുറുക്കി കഴിഞ്ഞാൽ ശരിയാവില്ല. അപ്പം പിന്നെ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ ടേസ്റ്റ് കിട്ടും. കാര്യം എല്ലാ മീനിനകത്തും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയൊക്കെ ചേർത്താണ് നമ്മൾ പറ്റിക്കണമെങ്കിലും, പക്ഷേ ഈ അയിലയിൽ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അതിൻ്റേതായൊരു ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ചോറ് വയ്ക്കണം. ചോറ് വയ്ക്കണ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ചാളയൊന്ന് വറുത്തെടുക്കണം. ഇതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഏതായാലും ഞാൻ കുറച്ച് കരിഞ്ഞെടുക്കാനുണ്ട്. അപ്പോൾ അരിഞ്ഞെടുക്കട്ടെ. അതാണ് ഇന്നത്തെ. നമ്മുടെ അയിലക്കറി വെക്കാനായിട്ട് ഞാൻ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ ചേർത്തിട്ട് വെക്കണേ. അതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചുമന്നുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, പിന്നെ ഇത് മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ ഇത് ഞാൻ ഉലുവപ്പൊടി ചേർക്കണം, അല്പം ഉലുവപ്പൊടി മീതെ, ഉപ്പ്, ഒരു 4 അല്ലി കുടപ്പുളി. തേങ്ങാപ്പാൽ ചെല്ലുമ്പോൾ പുളി ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുളി വേണം. തേങ്ങാപ്പാൽ ചേർത്തല്ലേ വെക്കണേ. ചട്ടി ചൂടായി. കടുക് പൊട്ടിക്കണില്ല കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. പിടിപ്പത് പണിയായിരുന്നു ഒന്ന്. അയില വലിയ അയിലയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സാധാ മുളക് ചാറ് വെച്ചാൽ അത് ടേസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഈ ചെറിയ അയിലയ്ക്ക് രുചി ഉണ്ടാവില്ല. അപ്പം അത് കാരണമാണ് ഞാൻ ഈ തേങ്ങാപ്പാൽ ചേർത്ത് വെച്ചത്. അതിൽ ഇത് 1-ാം പാല്, ഇത് 2-ാം പാല്, അവസാനത്തെ പാല് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ അല്പം കാശ്മീരി മുളകും കൂടെ, ഇതിൻ്റെ കാശ്മീരി മുളകാണ് അധികം ഇട്ടേക്കണേ. ഒരുപാട് എരി വേണ്ട. പിന്നെ എൻ്റെ കറിവേപ്പില വേപ്പ് നന്നായി വരണുള്ളൂ. ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റട്ടെ കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വരട്ടിയിടും. ഉപ്പ് നമുക്ക് പിന്നെ ഇടാനുള്ളതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടൊന്ന് വരട്ടിയിടും. എന്നിട്ട് കാണാം. അല്ലെങ്കിൽ ഒരുപാട് നീണ്ടുപോകും, നിങ്ങൾ എന്നെ തല്ലും. കറണ്ട് പോയി. അപ്പം അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ ചാളയൊന്ന് വറുക്കാനായിട്ട് പാനടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെന്തും വെളിച്ചെണ്ണയിലാണ്, സാധാരണ സൺഫ്ലവർ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഉപയോഗിക്കുന്നവർക്ക് ഉപയോഗിക്കാം, പക്ഷേ വെളിച്ചെണ്ണയിലാണ് ഞാൻ എന്ത് കാര്യവും ചെയ്യുന്നത്. പിന്നെ ചക്ക വറക്കണത്, കപ്പ വറക്കണത്, അതൊക്കെ കറണ്ട് വന്നു. കറണ്ട് വരവും പോക്കുക. ഇത് പകുതി വേവായി. തക്കാളി ഇട്ട് കൊടുക്കുക. ഒരു തക്കാളി കേട്ടോ, ഒരു മീഡിയം സൈസിലൊരു തക്കാളി. ചാള വറക്കാനായിട്ട് നല്ല പണിയായിരുന്നു ഒന്ന്, നല്ല പണി വെച്ച്. വെന്ത് കഴിഞ്ഞിട്ട്
അതെല്ലാം വരണ്ട് വരട്ടെ കേട്ടോ. വരണ്ട് വന്നിട്ട് വേണം നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടിയൊക്കെ ചേർത്ത് ഒന്നോടെ ഒന്ന് വരട്ടി തേങ്ങാപ്പാലിൽ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് അയിലിട്ട് കൊടുക്കാം. തക്കാളി പേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് മറ്റതൊക്കെ ഞാൻ അരിഞ്ഞിടുക ചെയ്തേ. ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ചുമന്നുള്ളിയും ചേർത്തിട്ടുണ്ട്. ചുമന്നുള്ളി ഏകദേശം പേസ്റ്റായി. വെളുത്തുള്ളി അങ്ങനെ കിടന്നു. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. ഒരുപാട് മുളക് വേണ്ടാന്നുള്ള ഇതിലാണ് കേട്ടോ ഞാൻ കാശ്മീരി മുളകും സാധാ മുളക് പൊടി കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറി വരുമ്പോൾ നമുക്ക് കണ്ടോ, ശരിക്കും ചെറിയ അയില കിട്ടുമ്പോൾ നമ്മളിങ്ങനെ വെച്ച് നോക്കണം. ഇത് കപ്പയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. സൂപ്പർ. ഇവനെ ഞാനൊന്ന് മൂട്ടി വെക്കട്ടെ. മൂട്ടി വെച്ചില്ലെങ്കിലേ എൻ്റെ മേത്തേക്ക് പൊട്ടിത്തെറിക്കും. ശരിക്ക് വരണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ അവസാനത്തെ പാല് ഒഴിച്ചു കൊടുക്കും. അതിൻ്റെ കൂടെ ഈ പുളി, 4 അല്ലി പുളി ഇട്ടിട്ടുണ്ട് ഞാൻ. 4 ചുള പുളി ഇട്ടിട്ടുണ്ട്, അല്ലിയൽ ചുള. അപ്പം അതും ഇതിനകത്ത് കിടന്നൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഓരോന്നായിട്ടങ്ങ് പെറുക്കിയിടാം. ഇത് കഷ്ണം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ കഷ്ണിച്ചിട്ടില്ല. കാരണം ഇത് ചെറുതായത് കാരണം. അതിൻ്റെ കൂടെ തന്നെ മീനിട്ടിട്ട് ഉലുവപ്പൊടി ഇട്ടാൽ മതി. നീ എന്താ ഇടാ? അവിടെ ഇരിക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ടേ മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കാണാട്ടോ. നമ്മുടെ ചാറ് ഇവിടെ തിളച്ച് വരണ്ട്. മീനിൻ്റെ കഷ്ണം, സോറി മീൻ കഷ്ണമില്ല, കഷ്ണിച്ചതല്ല, മീൻ ഓരോന്നായിട്ട് പറക്കിയിട്ട് കൊടുക്കും. എൻ്റെ ഫോണും ക്യാമറയും അടുത്ത് അകലെ ഇരിക്കുന്നത് കൊണ്ടാണ് എനിക്കിങ്ങനെ കാണിക്കാൻ പറ്റാത്ത. സ്റ്റാൻഡ് കുറച്ചിങ്ങനെ എടുത്ത് വെക്കേണ്ടതായിരുന്നു. ഈ പാലൊഴിച്ച് കൊടുക്കും. ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഉപ്പ് പോരാ, കാരണം പുളി നല്ലോണം ഉണ്ട്. ഉലുവപ്പൊടി, ഒന്നിളക്കി കൊടുക്കാം. അവിടെ ഇരുന്ന് വേഗം ഇവൻ എന്തായി ഇവൻ വെന്തിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ടെറിഞ്ഞ് ഞാൻ എന്നാലും ഒന്നോടെ ഒന്ന് മറിച്ചിടണം, ഒന്ന് മൊരിക്കണം. ലൈറ്റ് ഇട്ടേച്ചോട്ടെ, അല്ലെങ്കിൽ കാണില്ല. മീനൊക്കെ വെന്തിട്ടുണ്ട്. ചാള ഞാൻ കുറച്ച് വറുത്ത് മാറ്റിയിട്ടുണ്ട്. അല്ലേ, സൂപ്പർ ചാള കേട്ടോ, സൂപ്പർ ചാളയാണ്. കുറച്ച് വറുത്ത്. ഇതേ പാത്രം എൻ്റെ ഞാൻ നോൺ സ്റ്റിക്ക് എടുത്തില്ല, നോൺ സ്റ്റിക്ക് അവിടെ ഇരിപ്പുണ്ട്. ഇത് കല്ല. നമ്മുടെ അയിലേക്ക് ഉപ്പുണ്ടോയെന്ന് നോക്കട്ടെ.
പുളി അധികം ഉണ്ടോ നോക്കട്ടെ. നല്ല പുളി, ഒരു പുളി കഷ്ണം നല്ല ടേസ്റ്റ് കേട്ടോ. ആ ചുമന്നുള്ളിയുടെയും തക്കാളിയുടെയും അപ്പോൾ ഒരു പുളി ഞാനിങ്ങോട്ട് മാറ്റി. ഒന്നല്ല മാറ്റണേ, 2 പുളി മാറ്റട്ടെ. തീ നമുക്ക് കൂട്ടി വയ്ക്കാം. കൂട്ടി വെച്ച് പറ്റി വരുമ്പോൾ നമുക്ക് ആദ്യത്തെ തേങ്ങാപ്പാൽ ഇത്ര ഉണ്ടല്ലോ, അപ്പോൾ അത് കണ്ട് നമുക്ക് ആ പാൽ പറ്റി വരട്ടെ. ചാളയും അവിടെ ഇരുന്ന് വേവട്ടെ. നമ്മളുടെ മീൻകറി ഇവിടെ റെഡിയായി. ആദ്യത്തെ പാല് ഞാൻ ഒഴിച്ചില്ല കേട്ടോ. ഒഴിക്കാൻ ശകുന്തളയുടെ പുറകെ വണ്ടു വന്നു പോലെ എൻ്റെ പുറക്കടെ എന്തെങ്കിലും നടക്കണേവും. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കും. ആദ്യത്തെ പാല് തിളയ്ക്കാൻ നിൽക്കണ്ട, നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്യും. മീൻ വറുത്തൊക്കെ എടുത്തു വെച്ച് മീൻ്റെ പഞ്ഞി, ഞങ്ങൾ പഞ്ഞിന്നാ പറയണേ, മീൻ്റെ മുട്ട, അതും കൂടി ഒന്നങ്ങോട്ട് വറുത്ത് ഒരെണ്ണം കൂടി ബാക്കിയാണ്. എന്നിട്ട് വേണം ദേ ചാള വറുത്ത് കാണിക്കാനല്ല കേട്ടോ ഞാൻ നിങ്ങളെ വീഡിയോ പിടിച്ചത്. ചൂടുണ്ട്, നല്ല ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. അപ്പുറത്ത് തുണി എടുത്തോണ്ട് എൻ്റെ മീൻകറി ഇവിടെ റെഡിയായി. സൂപ്പറാണ്. തക്കാളി ഒരെണ്ണിട്ടിട്ടുള്ളൂ, 3 ചുള കുടപ്പുളി ഇട്ടിട്ടുണ്ട്. അല്ല 4 ചുള ഇട്ടായിരുന്നു, 2 ചുള ഞാൻ മാറ്റി. പക്ഷേ അസാധ്യ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കറി വെച്ച. പിന്നെ ചാള വറുത്തത് ഇനിയും വെക്കാനുണ്ട് പണി, അതിനിപ്പോൾ ചെയ്യില്ല. സൂപ്പർ ടേസ്റ്റാണ്. ഇതിപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ കഴിക്കാം. കപ്പ നല്ല കുറുകിയ ചാറോടുകൂടി കണ്ടോ, സൂപ്പർ. ഞാൻ വെച്ചതും കൊണ്ട് പറയണതല്ല, നിങ്ങളിങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ. പോട്ടെ, മഴ വരുന്നുണ്ട്.